നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി വന്ന ഒരു വാർത്തയുണ്ട്. അത് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളിൽ മാതൃഭൂമിയിൽ മാത്രമേ ഞാൻ ആ വാർത്ത കണ്ടുള്ളൂ. മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തതായിട്ട് കണ്ടില്ല. ആ വാർത്ത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുംബൈയിലുള്ള ഇസ്രയേൽ കോൺസുലേറ്റ് അവിടുത്തെ ജനറൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൂടെ പങ്കുവെച്ച ഒരു വിവരമാണ്. ഇസ്രയേലിൽ മറാഠ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഒരു പ്രതിമ നിർമ്മിക്കാൻ പോകുന്നു. അത് നിർമ്മിക്കാൻ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഈ വിവരമാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം അതിന് മറുപടിയായിട്ട് ഇത് ചരിത്ര നിമിഷമൊന്നും അഭിമാനകരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അദ്ദേഹത്തിൻ്റെ മറുപടിയും ഇതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുമൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ടായിരുന്നു. എന്ത് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായിട്ട് തന്നെ പല ബന്ധങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മറാഠ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഛത്രപതി ശിവജിയുമായിട്ട് എന്താണ് ഇസ്രായേലിന് ബന്ധം, അല്ലെങ്കിൽ ജൂതർക്ക് ബന്ധം എന്ന കാര്യത്തിൽ എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ആ വാർത്ത തുടർന്ന് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 350 വർഷത്തിന് മുമ്പാണല്ലോ ഛത്രപതി ശിവജി ഈ മറാഠ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ സേനാ വിഭാഗത്തിലും അതേപോലെ തന്നെ നാവിക സേനയിലുമൊക്കെ ഈ ജൂതരിൽ തന്നെ ഒരു വിഭാഗമായിട്ടുള്ള ബെനെ ഇസ്രായേലി എന്ന ഒരു വിഭാഗം അതിലെ അംഗങ്ങളായിരുന്നു. അവർ ഈ കൊങ്കൺ ഭാഗത്തൊക്കെ മറാഠ സംസാരിച്ചിരുന്ന ജൂത വിഭാഗമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഈ ഈ മറാഠ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഛത്രപതി ശിവാജിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവർക്ക് ചരിത്രപരമായിട്ട് തന്നെ ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മരണയൊക്കെ പുതുക്കാനും വേണ്ടി ഛത്രപതി മഹാരാജ് എന്ന അന്നത്തെ ആ ചക്രവർത്തി, ആ രാജാവ്, അദ്ദേഹത്തിൻ്റെ പടയാളികളായിട്ട് ജൂതരും സേവനം അനുഷ്ഠിച്ചിരുന്നു എന്ന ഒരു പുതിയ അറിവും കൂടിയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് ജൂതന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ ഇരുകൈ നീട്ടി സ്വീകരിച്ചത് നമ്മളാണെന്നും നമ്മുടെ ഇവിടെ മട്ടാഞ്ചേരിയിലുമൊക്കെ കുറേ കാലം മുമ്പ് വരെ ഈ ജൂതന്മാരുണ്ടായിരുന്നെന്നും അതിൻ്റെ ശേഷിപ്പുകളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ജൂതപ്പള്ളി മറ്റുമൊക്കെ സിനഗോഗും മറ്റുമൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ചരിത്രപരമായിട്ട് തന്നെ ഇന്ത്യയോട് ഇവർക്ക് വളരെ അടുപ്പമുണ്ടെന്നും ഇന്ത്യയോട് വളരെ സ്നേഹം കാണിക്കുന്നവരാണ് ജൂതന്മാരെന്നും നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിലെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തി, ഒരു മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച ഛത്രപതി ശിവജിയുമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പലർക്കും അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അത് കാര്യം പറയും, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. നിങ്ങളിൽ പലർക്കും ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ചരിത്രപരമായിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഒരു രക്ഷയുമില്ല കേട്ടോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാണെന്ന്. നമ്മളൊന്ന് സാമാന്യ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയും. ഒരുപാട് രാഷ്ട്രീയമൊന്നും അതിനകത്ത് കലർത്തണ്ട. ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്. അവിടെ ജനാധിപത്യ രാഷ്ട്രം തന്നെയാണ്. നമ്മളെപ്പോലെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തിയാണ് അവിടുത്തെ ഭരണാധികാരിയൊക്കെ. അവർ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ രാജ്യത്ത് അവരുടെ ചരിത്രപരമായിട്ട് ബന്ധമുള്ള ഒരു ഭരണാധികാരിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് ഈ ഇന്ത്യയിൽ കിടക്കുന്ന ചില പ്രത്യേക കൂട്ടർക്ക് ഇത്ര കുരു എന്താണ്? അവർ പ്രതിമ സ്ഥാപിക്കുകയോ സ്ഥാപിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് കൂടി ഒരു പുതിയ അറിവാണ്. ഇങ്ങനെ ഇന്ത്യയിലെ ഒരു രാജാവും ജൂതരും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ മഹാരാഷ്ട്രയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഞാനൊന്നും സ്കൂളിൽ ഇത് പഠിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ വാർത്തയും അതിനോട് ചേർന്ന് മറ്റു വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം തന്നെ അറിയുന്നത്. ഇതുപോലെയാണ് നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും, എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പല ചരിത്ര വസ്തുതകളും നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് മനഃപൂർവ്വം പൂഴ്ത്തി താഴ്ത്താനൊക്കെ പലരും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുടെ രൂപത്തിൽ നിൽക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചു. അദ്ദേഹം അതിനു മുമ്പ് കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിനെ ഈ മറവിയുടെ ചവറ്റുകുട്ടയിലേക്ക് ചവിട്ടി താഴ്ത്തിയതാണ്. അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നത് നരേന്ദ്രമോദിയും കൂട്ടരുമാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയാത്തവർക്ക് പോലും ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, പട്ടേൽ പ്രതിമ എന്ന ആ ഒറ്റ കേൾവി തന്നെ നമുക്ക് മനസ്സിലാവും അതെവിടെയാണെന്നും എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും. എന്ന് പറഞ്ഞ പോലെയാണ് അങ്ങനെ ഒരു സംഭവം വരേണ്ടി വന്നു പട്ടേലിനെ ലോകമറിയാൻ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുമ്പോൾ അവിടെയുള്ളതും ഇവിടെയുള്ളതുമായിട്ടുള്ള പുതുതലമുറയ്ക്ക് ഒരു പുതിയ അറിവായിരിക്കും. ഇതാണ് ജൂതന്മാരും ഈ ഛത്രപതി ശിവാജി മഹാരാജും തമ്മിലുള്ള ബന്ധമെന്നത്. തീർച്ചയായിട്ടും അതൊക്കെ അറിയേണ്ടത് തന്നെയാണ്. അല്ലാതെ നമ്മളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിനൊക്കെ കാരണം ഇവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ പ്രോത്സാഹനം കിട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ ചില കൂട്ടർക്ക് കുരു പൊട്ടിയിട്ട് ഒരു നിവൃത്തിയുമില്ല. സ്വാഭാവികം, നമുക്കെന്ത് ചെയ്യാൻ പറ്റും?